ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 2 ഫിറ്റ്നസ് ചലഞ്ചാണ്. അപ്പോൾ അതുപോലെ രാവിലെ 7 മണിക്ക് എണീറ്റു, മുഖമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം നേരെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരെല്ലാം റെഡി ആയിട്ടിപ്പോൾ കണ്ട ഉടനെ അവർ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ അവരെ ഒന്ന് തടവിയൊക്കെ കൊടുത്തിട്ട് വെയിറ്റ് നോക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് റെഡിയായി ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുമായിരുന്നു. ജിമ്മിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ജിം ബാഗിൽ എടുത്ത് വെച്ച് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ പതിവ് പോലെ ജിമ്മിൽ ഒരാഴ്ച ഞാൻ വാമപ്പും നോർമൽ എക്സസൈസും കാർഡിയാക്കും എല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷമേ ഞാൻ പാർട്സിലോട്ട് പോകുന്നുള്ളൂ. കാര്യം ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി പാർട്സ് എടുക്കാതെ ഒരാഴ്ച 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പാർട്സിലോട്ട് കയറുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉളുക്കി പിടിക്കുകയോ അങ്ങനെ ചെയ്ത് തന്നെ നമുക്ക് ജിമ്മിൽ പോക്കും നടക്കത്തില്ല. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. ആദ്യമേ നോർമൽ ഒരു കാർഡിയാക്കും നോർമൽ എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വലിയ എക്സസൈസിലോട്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെ അപ്പോൾ അതുപോലെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വൈഫ് കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് അതെടുത്ത് വെച്ച് കഴിച്ചു. ദോശ ഉള്ളിക്കറിയായിരുന്നു രാവിലെ കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, മാക്സിമം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെ ഒരു ബോട്ടിൽ ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും തോന്നും, അതേപോലെ ഒരളവും അറിയാൻ പറ്റും. ഞാൻ ഒരു 11:30 ഇറങ്ങാൻ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു സ്നാക്സ് എന്ന പോലെ ഞാൻ മുട്ടയും അതേപോലെ തന്നെ കോൺഫ്ലെക്സും എടുത്തായിരുന്നു. മുട്ട വൈഫ് റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ 11 മണിക്ക് ഞാൻ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കാനായിരുന്നു കരുതിയത്. പക്ഷേ ഈ ചൂട് കാരണം ഞാൻ കരുതി കുറച്ച് പാല് കോൺഫ്ലെക്സ് ആയിട്ട് കലക്കി കുടിക്കാമെന്ന്. അപ്പോൾ ഞാൻ കരുതി പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്ത് നമുക്കത് കഴിക്കാമെന്ന്. അങ്ങനെ മുട്ടയും പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കെർലോക്സും പാലുമായിട്ട് ഞാൻ കഴിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ഇൻട്രാഡേ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ 11 മണിക്ക് ഇതും കഴിച്ചുകൊണ്ട് അത് ചെയ്യുന്നത്. പുറത്ത് പോയി വന്നതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് എടുത്തത് ചോറും പിന്നെ മീൻകറിയും ചീരത്തോരനും അതേപോലെ തന്നെ കുറച്ച് മോരുമാണ്. അതിനുശേഷം ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മണ്ഡലം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കാണ് അന്തിപ്പച്ച കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് മീനും വാങ്ങി അതേപോലെ ഇച്ചിരി ചായയും കുടിച്ച്, ചായ നമ്മൾ മിസ്സാക്കത്തില്ല. ചായയും കുടിച്ചതിന് ശേഷം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങി വെച്ചാൽ കുറച്ച് ലേറ്റായിപ്പോയി, രാത്രിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രൂട്ട്സ് വാങ്ങാൻ കയറി. ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ബ്രെഡും അപ്പോഴത്തേക്കൊന്ന് വിശന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ബ്രെഡ് കുറച്ച് പീനട്ട് ബട്ടർ, വീറ്റ് ബ്രെഡാണ് എടുത്തത്, പീനട്ട് ബട്ടർ തേച്ചിട്ട് അത് കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ചപ്പാത്തി, കിഴങ്ങിട്ട ഡാൽ കറിയും ചീരത്തോരനുമാണ് രാത്രി കഴിച്ചത്. അപ്പോൾ നാളത്തെ ഡയറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണാം. ബൈ.